നമസ്കാരം. സംസ്ഥാനത്ത് ക്രമസമാധാനവും നിയമപാലനവും ഉറപ്പാക്കേണ്ട പോലീസ് സേന തന്നെ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ മുന്നിൽ അടിയറവ് പറയുന്ന അതീവ ലജ്ജാകരമായ കാഴ്ചയ്ക്കായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ചിരുന്നത്. SFI തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. അക്രമം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു എന്ന പ്രഹസന നാടകമാണ് പോലീസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ 1 മുതൽ 3 വരെ പ്രതിസ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, SFI സംസ്ഥാന പ്രസിഡന്റ് M അനുപ്രസാദ് 1-ാം പ്രതിയും സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് 2-ാം പ്രതിയും ജോയിന്റ് സെക്രട്ടറി ആദർശ് 3-ാം പ്രതിയുമാണ്. ഇവർ 3 പേരും പരസ്യമായി പൊതുവേദികളിലും സംസ്ഥാനത്തും ഉണ്ടെന്നിരിക്കെയാണ് പ്രതികൾ ഒളിവിലാണെന്ന മട്ടിൽ പോലീസ് നാടകം കളിക്കുന്നത്. പ്രതിപട്ടികയിലുള്ള ഈ ഉയർന്ന സംസ്ഥാന നേതാക്കൾക്കെതിരെ തൽക്കാലം യാതൊരുവിധ കർശന നടപടിയും എടുക്കേണ്ടതില്ലെന്ന ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യ നിലപാടാണ് ഇപ്പോൾ പോലീസിനെ തികച്ചും നിഷ്ക്രിയമായി നിർത്തിയിരിക്കുന്നത്. ഈ അക്രമക്കേസിലെ 3-ാം പ്രതിയായ ജോയിന്റ് സെക്രട്ടറി ആദർശ് ഒരു സാധാരണ ക്രിമിനൽ അല്ല. മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ കേന്ദ്ര ഏജൻസിയായ ED നടത്തിയ റെയ്ഡിൽ അതിക്രൂരമായി ആ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രധാന പ്രതികളിൽ ഒരാളാണ് ഈ ആദർശ്. ഇത്തരം സ്ഥിരം കുറ്റവാളികളെയാണ് ഭരണകൂടത്തിന്റെ തണലിൽ പോലീസ് ഇവിടെ തൊടാതെ സംരക്ഷിക്കുന്നത്. ഇവർക്ക് പുറമെ SFI സംസ്ഥാന കമ്മിറ്റി അംഗം നവ്യ കൃഷ്ണൻ, ആഷിഖ്, അശ്വിൻ, ആഷിഖ് പ്രദീപ്, മാധവ്, മനീഷ് എന്നിവരെയും കണ്ടാലറിയാവുന്ന മറ്റ് 100ഓളം പേരെയുമാണ് ഈ അക്രമ കേസിലെ പ്രതികളാക്കിയിരിക്കുന്നത്. ഇതിൽ വെറും 4 പേരെ മാത്രമാണ് പോലീസ് പേരിന് വേണ്ടി മാത്രം ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള മുതിർന്ന നേതാക്കളെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തുകയാണ്. വിവിധ ഗുരുതരമായ കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പ്രതി ചേർക്കപ്പെട്ട SFI നേതാക്കൾക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ അനാസ്ഥയും ഒത്തുകളിയും കാരണം കഴിഞ്ഞ ദിവസം വളരെ എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഉദ്യോഗസ്ഥരെ റോഡിലിട്ട് ആക്രമിച്ചവർക്ക് തന്നെ പോലീസ് റെഡ് കാർപ്പറ്റ് വിരിച്ചു നൽകുന്ന കാഴ്ച എത്രത്തോളം ഭീകരമാണെന്ന് ചിന്തിച്ചു നോക്കണം. സാധാരണക്കാരനായ ഒരു പൗരൻ പോലീസിന് നേരെ വിരൽ ചൂണ്ടിയാൽ പോലും ഉടനടി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ഇതേ പോലീസ് സംവിധാനമാണ് തങ്ങളെ തല്ലിച്ചതച്ച SFI ഗുണ്ടകൾക്ക് മുന്നിൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്. എന്ത് അക്രമം കാണിച്ചാലും ഇവിടെ ആരും ചോദിക്കില്ലെന്ന കമ്മ്യൂണിസ്റ്റ് അഹങ്കാരമായിരുന്നു വീണ്ടും ഇതിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരേപോലെ നടപ്പാക്കേണ്ട പോലീസ് സ്വന്തം സഹപ്രവർത്തകരുടെ ചോര കണ്ടിട്ടും രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾക്ക് മുന്നിൽ നട്ടെല്ല് പണയം വെച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരസ്യമായി അഴിഞ്ഞാടാൻ SFIക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത്? കാരണം തങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും സംരക്ഷിക്കാൻ AKG സെന്ററിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. നിയമവാഴ്ചയെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തെ ഒരു ഗുണ്ടാ സംസ്ഥാനമാക്കി മാറ്റാനാണ് ഇത്തരം വിനാശകരമായ നിലപാടുകളിലൂടെ ഇടത് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ കലാലയങ്ങളിലും തെരുവുകളിലും അക്രമം മാത്രം ശീലമാക്കിയ ഒരു സംഘടനയ്ക്ക് പോലീസിനെ പോലും ഭയമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രതികളായ മുതിർന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന പോലീസിലെ ചില ഉന്നതരുടെ കള്ളക്കളികൾ ഇനി വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അക്രമ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി നിയമം ലംഘിക്കുന്നവർ SFI നേതാക്കളായാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇനി പുതിയ VD സതീശൻ സർക്കാർ നൽകേണ്ടത്.